മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കൊലവിളി പ്രസംഗം. മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ കത്തിവെക്കുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവ് ബാലു കനാലാണ് തൃശൂരിൽ പൊതുവേദിയിൽ കൊലവിളി മുഴക്കിയത്. തൃശൂർ കോർപ്പറേഷന് മുന്നിൽ നടന്ന യൂത്ത് കോൺഗ്രസ് ഉപവാസ സമരത്തിലായിരുന്നു കോൺഗ്രസ് നേതാവ് ബാലു കനാൽ മുഖ്യമന്ത്രിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴുത്തിൽ കത്തിവെച്ച് സമാധാനം സൃഷ്ടിക്കുമെന്നും കത്തിയെടുക്കാൻ യൂത്ത് കോൺഗ്രസിന് മടിയില്ലെന്നുമായിരുന്നു ബാലു കനാലിന്റെ കൊലവിളി പ്രസംഗം. യൂത്ത് കോൺഗ്രസ് തൃശൂർ പാർലമെന്റ് കമ്മിറ്റി സെക്രട്ടറിയും ചേർപ്പ് സർവീസ് സഹകരണ സംഘം ഡയറക്ടറുമാണ് ബാലു കനാൽ. കോൺഗ്രസ് പ്രവർത്തകരെടുത്താലേ ഈ നാട്ടിലുള്ള കൊലപാതകങ്ങൾ അവസാനിക്കുള്ളൂ എങ്കിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, പിണറായി വിജയന്റെ കഴുത്തിൽ കത്തിവെക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവും, യാതൊരുവിധ സംശയവും വേണ്ട. പ്രാദേശിക വിഷയത്തിന്റെ പേരിൽ സംസ്ഥാനമാകെ ആക്രമണം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് നടപടി അപലപനീയമെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ പ്രതികരിച്ചു. കേരളത്തിൽ ബോധപൂർവം അക്രമ പരമ്പരകൾ കെട്ടഴിച്ചു വിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹർത്താലിന്റെ മറവിൽ തന്നെ വലിയ തോതിലുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ അവർ കെട്ടഴിച്ചു വിടുകയുണ്ടായി. ഒരു പ്രാദേശികമായി സംഭവിച്ച നിർഭാഗ്യകരമായ ഒരു സംഭവത്തെ സംസ്ഥാനാടിസ്ഥാനത്തിന്റെ വിഷയമാക്കി മാറ്റി തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടിയും രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയും ദുർവിനിയോഗം ചെയ്യുകയാണ്. യൂത്ത് കോൺഗ്രസിനെ കയറൂരി വിട്ടുകൊണ്ട് ഇത്തരം പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംഭവത്തെ സംബന്ധിച്ചിടത്തോളം നിയമസമാധാന പരിപാലനവുമായി ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ പോലീസ് വളരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ചാണ്, അതിൽ നിന്ന് രൂപപ്പെട്ട വിഷയങ്ങളെ കുറിച്ചാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബാലു കനാലിന്റെ കൊലവിളിയെക്കുറിച്ച് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് പീപ്പിൾ TVയോട് പറഞ്ഞു. അല്ല, അതിനകത്ത് ഞാനിന്ന് രാവിലെ പത്രത്തിൽ അത് വായിച്ച ഉടനെ തന്നെ ഞാൻ അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ പാർലമെന്റ് പ്രസിഡന്റിനോട് ഞാൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ശൈലിയല്ല. വെല്ലുവിളി പ്രസംഗം അല്ലെങ്കിൽ ഭീഷണി പ്രസംഗം എന്നൊക്കെ പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ശൈലിയില്ല. ഞങ്ങൾ ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല. റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഈ സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാകും. കാസർഗോഡ് വിഷയത്തിൽ സംസ്ഥാനത്തൊട്ടാകെ കനത്ത ആക്രമണങ്ങളും കലാപങ്ങളുമാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അഴിച്ചുവിട്ടത്. ഇതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ മുഖ്യമന്ത്രിക്കെതിരായ കൊലവിളി പ്രസംഗം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കാസർഗോഡ് പെരിയയിൽ കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പേരിൽ സംസ്ഥാന വ്യാപക ആക്രമണത്തിന് കോൺഗ്രസ് നീക്കം. ആക്രമണത്തിന് നേതാക്കൾ തന്നെ അണികൾക്ക് ആഹ്വാനം നൽകുന്നു. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നേതാക്കളെയും എല്ലാം അധിക്ഷേപിക്കാനും നീക്കം നടത്തുന്നു. പെരിയ കൊലപാതകത്തെ തുടർന്ന് ശക്തമായി പ്രതികരിക്കാനാണ് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് K. സുധാകരൻ ഫേസ്ബുക്കിലൂടെ അണികൾക്ക് ആഹ്വാനം നൽകിയത്. എന്തുവന്നാലും അണികളെ സംരക്ഷിക്കുമെന്ന് സുധാകരൻ പ്രഖ്യാപിച്ചിരുന്നു. ഈ ആഹ്വാനത്തിന് പിന്നാലെയാണ് പൈവളികളിൽ CPIM സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും കടകൾക്കും വാഹനങ്ങൾക്കും നേരെ വ്യാപക ആക്രമണം ഉണ്ടായത്. വേണ്ടിവന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ നിയമം കയ്യിലെടുക്കുമെന്ന് K. മുരളീധരൻ കാഞ്ഞങ്ങാട് പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ വാതിലും കൊട്ടിയടച്ചാൽ പിന്നെ നിയമം കയ്യിലെടുക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരും. P. കരുണാകരൻ MP ഉൾപ്പെടെ CPIM നേതാക്കൾ പെരിയയിൽ ആക്രമണം നടന്ന പ്രദേശങ്ങൾ സന്ദർശിക്കുമ്പോൾ സംഘർഷം സൃഷ്ടിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചതും നേതാക്കളുടെ ഈ പ്രസ്താവനകളിൽ ആവേശം കൊണ്ടാണ്. കണ്ണൂരിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവ് നിരന്തരം പെരിയ സന്ദർശിച്ച് ആക്രമണങ്ങൾ സംഘടിപ്പിക്കുവാൻ പ്രോത്സാഹനം നൽകുന്നതായും ആരോപണമുണ്ട്. മന്ത്രി E. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ കോൺഗ്രസ് പ്രവർത്തകർ അധിക്ഷേപിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി വന്നാൽ അദ്ദേഹത്തിന് മേൽ ചാണകവെള്ളം ഒഴിക്കാൻ സ്ത്രീകളെ ഒരുക്കി നിർത്തിയതായും റിപ്പോർട്ടുണ്ട്. പ്രമുഖ മലയാള ടെലിവിഷൻ ചാനലിന്റെ കോഴിക്കോട് നിന്നുള്ള റിപ്പോർട്ടർ കോൺഗ്രസ് നേതൃത്വവുമായി ചേർന്ന് സംഘർഷം സൃഷ്ടിക്കുന്നതിനുള്ള വാർത്തകൾ ആസൂത്രണം ചെയ്തുവെന്ന ആരോപണവും ശക്തമാണ്. മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കാൻ നടന്ന നീക്കവും കല്യോട്ട് ഇന്നലെ സംഘർഷം സൃഷ്ടിച്ചതും സംസ്ഥാന വ്യാപക അക്രമം ലക്ഷ്യമിട്ടാണ്. വരും ദിവസങ്ങളിലും സമാന ശ്രമങ്ങൾ സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സാഹിത്യ അക്കാദമി സെക്രട്ടറി KP മോഹനു നേരെ യൂത്ത് കോൺഗ്രസുകാരുടെ അക്രമശ്രമം. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി പുതിയകാവിന് സമീപമായിരുന്നു സംഭവം. സാഹിത്യ ശില്പശാലയിൽ പങ്കെടുത്ത് മടങ്ങുന്ന വഴി വാഹനം തടഞ്ഞു നിർത്തിയാണ് യൂത്ത് കോൺഗ്രസുകാർ കയ്യേറ്റത്തിന് ശ്രമിച്ചത്. സാഹിത്യ അക്കാദമി സെക്രട്ടറിക്ക് നേരെ കരുനാഗപ്പള്ളിയിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ്, ശരത്ലാൽ എന്നിവരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സാംസ്കാരിക നായകന്മാർ അപലപിക്കുന്ന മൗനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കരുനാഗപ്പള്ളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി KP മോഹനെ വഴിയിൽ തടഞ്ഞ വാഴപ്പിണ്ടി സമർപ്പിച്ചതും കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ചതും. നട്ടലിന് പകരം വാഴപ്പിണ്ടിയുമായി നടക്കുന്ന സാംസ്കാരിക നായകർ കരുനാഗപ്പള്ളിയിലെ മണ്ണിൽ കയറിയാൽ യൂത്ത് കോൺഗ്രസ് വഴിയിൽ തടയുമെന്ന് നേതാക്കൾ പറഞ്ഞു.
യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിബു എസ് തൊടിയൂർ, CO കണ്ണൻ, KS പൂരം സുധീർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. RSS ഭീഷണിയെ തുടർന്ന് കവി കുരീപ്പുഴ ശ്രീകുമാർ പോലീസ് സംരക്ഷണയിൽ. കുരീപ്പുഴയുടെ വീട്ടിലും പോലീസ് കാവലേർപ്പെടുത്തി. വർഗീയതയ്ക്കെതിരായി തന്റെ നാവ് ശബ്ദിച്ചുകൊണ്ടേയിരിക്കുമെന്ന് കുരീപ്പുഴ. 19 ദിവസമായി കവി കുരീപ്പുഴ ശ്രീകുമാർ ഇങ്ങനെ പോലീസ് സംരക്ഷണയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്. വർഗീയവാദികൾക്കെതിരെ ശബ്ദമുയർത്തിയതിനായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള വധഭീഷണി. ഈ ഭീഷണിക്ക് മുന്നിൽ വകവെച്ചു കൊടുക്കുമോ? എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത്? അങ്ങനെ വകവെച്ചു കൊടുക്കാൻ സാധിക്കില്ലല്ലോ. കാര്യം ഞാൻ ജനിച്ച മണ്ണാണ് ഇന്ത്യ, അല്ലെങ്കിൽ കേരളം. എനിക്ക് മുമ്പിൽ സഹോദരൻ അയ്യപ്പനടക്കം ഒരുപാട് ആളുകളുണ്ട്. അയ്യങ്കാളിയും പൊയ്യലപ്പച്ചനും അടക്കം ഒരുപാട് ആളുകളുണ്ട്. പണ്ഡിറ്റ് KP കറുപ്പന്, സഹോദരൻ അയ്യപ്പൻ, ധാരാളം ആൾക്കാരുണ്ട്. ഇവരുടെ ചരിത്രം ചങ്ങമ്പുഴയുണ്ട്, വയലാറുണ്ട്, തിരുനെല്ലൂരുണ്ട്, വൈലപ്പള്ളിയുണ്ട്. ഇങ്ങനെയുള്ളൊരു വലിയ നീണ്ട നിര എഴുത്തുകാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും സംഘം എൻ്റെ മനസ്സിൽ, സാംസ്കാരിക മനസ്സിലുണ്ട്. പിന്നെ ഞാനിത് വകവെച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ്? ഒരിക്കലും വകവെച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. ഒരു ഈ വർഗീയവാദത്തിനെതിരായിട്ടുള്ള താങ്കളുടെ സ്വതസിദ്ധ ശൈലിയിലുള്ള ഒരു പ്രതികരണം. വാക്ക് എരിയുന്നോരടുപ്പിൽ നിന്നും തീക്കനൽ കോരി ഞാൻ തിന്നിടുമ്പോൾ പൂക്കുന്നതെന്താണ് കൂട്ടുകാരി, ഓർക്കാപ്പുറത്തൊരു ചെമ്പരത്തി. വർഗീയവാദികൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കവി കുരീപ്പുഴ ശ്രീകുമാറിന്റെ ഈ കവിത. കുരീപ്പുഴയുടെ വീട്ടിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. CPIM നേതാവ് VPP മുസ്തഫയെ ജെയ്ഷെ മുഹമ്മദ് ഭീകരനായി ചിത്രീകരിച്ച് മാതൃഭൂമിയിൽ വന്ന കാർട്ടൂൺ വിവാദമാകുന്നു. കാർട്ടൂൺ പ്രതിഷേധാർഹമെന്ന് മുസ്തഫ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായ തന്നെ മതം ഉപയോഗിച്ച് അധിക്ഷേപിക്കുകയാണ് കാർട്ടൂണിൽ ചെയ്തിരിക്കുന്നത്. കാർട്ടൂൺ പ്രകോപനപരമെന്നും മാതൃഭൂമിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുസ്തഫ പീപ്പിളിനോട് പറഞ്ഞു. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗവുമായ ഡോക്ടർ VPP മുസ്തഫയെ നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഭീകരനായി ചിത്രീകരിച്ച് മാതൃഭൂമിയിൽ വന്ന കാർട്ടൂണാണ് വിവാദത്തിലായിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായ തന്നെ തന്റെ മതം ഉപയോഗിച്ച് അധിക്ഷേപിക്കുകയാണ് കാർട്ടൂണെന്ന ആരോപണവുമായി VPP മുസ്തഫ രംഗത്തെത്തി. കാർട്ടൂൺ പ്രകോപനപരവും പ്രതിഷേധാർഹവുമാണെന്ന് മുസ്തഫ പീപ്പിളിനോട് പറഞ്ഞു. ആ പ്രസംഗം സൃഷ്ടിച്ച പ്രകോപനത്തെക്കാൾ എത്രയോ ഭീകരമായ പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലാണ് മാതൃഭൂമിയിലെ ഇന്നത്തെ കാർട്ടൂൺ വന്നിട്ടുള്ളത്. അത് അങ്ങേയറ്റം വംശീയമായ ഒരു വിദ്വേഷം ജനിപ്പിക്കുന്ന വിധത്തിലാണ്. ഞാൻ CPIMന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള മതജാതി ചിന്തകളുമായിട്ട് നടക്കുന്ന ഒരാളല്ല. എനിക്ക് അങ്ങനെ ഒരു ജീവിത ശൈലി ആർജിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ. പക്ഷേ ഇന്ന് വന്നിട്ടുള്ള കാർട്ടൂൺ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള എൻ്റെ ഐഡന്റിറ്റിയെ കണക്കിലെടുത്തുകൊണ്ടല്ല, മറിച്ച് എൻ്റെ പേരിന് പിറകിലുള്ള ഐഡന്റിറ്റിയെ അന്വേഷിച്ച് പോയിക്കൊണ്ടുള്ള ഒരു കാർട്ടൂണാണ് മാതൃഭൂമിയെ പോലെ ഒരു പത്രം ഇറക്കിയിട്ടുള്ളത്. മാതൃഭൂമിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുസ്തഫ അറിയിച്ചു. പാർട്ടി നേതൃത്വം അതിൽ നിയമപരമായ നടപടികളിലേക്ക് നീങ്ങണം എന്ന് തന്നെയാണ് എനിക്ക് നിർദ്ദേശം തന്നിട്ടുള്ളത്. പാർട്ടി നേതൃത്വത്തിന്റെ ആ നിർദ്ദേശമനുസരിച്ച് നിയമപരമായ നടപടികൾ സ്വീകരിക്കും. തന്റെ 12 വയസ്സുള്ള മകൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്കെതിരെയും ചിലർ വധഭീഷണി ഉയർത്തുന്നുണ്ടെന്നും മുസ്തഫ പറഞ്ഞു. കാസർഗോഡ് നിന്നും PV കുട്ടൻ. കുത്തക മാധ്യമങ്ങൾ UDFന്റെ ഘടകകക്ഷികളായി പ്രവർത്തിക്കുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട BJPയും കോൺഗ്രസും ഒന്നിക്കാൻ നീക്കം നടത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. LDF ജനസംരക്ഷണ യാത്രയുടെ ഭാഗമായി കോട്ടയത്ത് കുറുപ്പംതറയിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി. വിശ്വാസികളുടെ പേര് പറഞ്ഞുകൊണ്ട് കോൺഗ്രസും BJPയും യോജിക്കാൻ ഇവിടെ അണിയറ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില കുത്തക മാധ്യമങ്ങൾ ഇപ്പോൾ UDFന്റെ ഘടകകക്ഷികളെ പോലെ പ്രവർത്തിക്കുകയാണ്. കേരള സംരക്ഷണ യാത്ര വരവേൽക്കാൻ ശബരിമല മുൻ മേൽശാന്തിയും. വൈക്കം വോട്ടുചിട്ടിയിൽ നടന്ന സ്വീകരണ യോഗത്തിലാണ് ശബരിമല മുൻ മേൽശാന്തി തലയാഴം മാരാമറ്റത്ത് മനയിൽ PJ നാരായണൻ നമ്പൂതിരി ജാഥ ക്യാപ്റ്റൻ കോടിയേരി ബാലകൃഷ്ണനെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചത്. ശബരിമല സ്ത്രീ പ്രവേശന വിധിയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കോൺഗ്രസും BJPയും ശ്രമിക്കുമ്പോഴാണ് ശബരിമല മുൻ മേൽശാന്തി PJ നാരായണൻ നമ്പൂതിരി മതനിരപേക്ഷ നിലപാടുയർത്തിയുള്ള കേരള സംരക്ഷണ യാത്രയെ സ്വീകരിക്കാനെത്തിയത്. ജാഥ ക്യാപ്റ്റൻ കോടിയേരി ബാലകൃഷ്ണനെ മേൽശാന്തി ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. സാധാരണക്കാർക്ക് തൃപ്തി നൽകുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഭക്തിക്ക് പ്രായഭേദമില്ല. ശബരിമലയുടെ വികസനത്തിനു വേണ്ടി കോടികൾ അനുവദിച്ച സർക്കാരാണിത്. തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തീർത്ഥാടനം സുഗമമാക്കി. ഇത്തരത്തിൽ സർക്കാർ നൽകുന്ന സഹായങ്ങളാണ് ശബരിമലയിലെ വികസനത്തിന്റെ സത്യമെന്നത് നിഷേധിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ കോട്ടയം ജില്ലയിൽ പര്യടനം തുടരുന്നു. 2 ദിവസങ്ങളിലായി 7 കേന്ദ്രങ്ങളിലായാണ് ജാഥ സ്വീകരണം ഏറ്റുവാങ്ങുക. ഇന്ന് കുറുപ്പംതറയിലായിരുന്നു ആദ്യ സ്വീകരണം. മോദിയുടെ ഭരണത്തിൽ സംതൃപ്തരായ ഒരു ജനവിഭാഗവും രാജ്യത്തിലില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. മോദി അധികാരത്തിൽ നിന്ന് ഇറക്കാതെ രാജ്യം രക്ഷപ്പെടില്ലെന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണമെന്നും കാനം പറഞ്ഞു. മലപ്പുറം കൊണ്ടോട്ടിയിൽ LDF വടക്കൻ മേഖലാ ജാഥയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു കാനം. 5 വർഷക്കാലമായി നരേന്ദ്രമോദി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എത്ര നടപ്പിലാക്കി എന്ന് പരിശോധിക്കാം. മോഡിയെ അധികാരത്തിൽ നിന്ന് ഇറക്കാൻ ഇവിടെ ഗവർണർ മാസ്റ്റർ പറഞ്ഞു. ഇറക്കാനുള്ള വഴിയെക്കുറിച്ച് മാത്രം നമ്മൾ ആലോചിക്കും. ഇപ്പോ 5 വർഷക്കാലം ഈ ഭരണം ഉണ്ടായിരുന്നു. ഈ ഭരണത്തിൽ ഏതെങ്കിലും ജനവിഭാഗങ്ങൾ സംതൃപ്തരാണ്? കാനം രാജേന്ദ്രൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ ഇന്ന് മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരുന്നു. ജില്ലാതിർത്തിയായ ഐക്കരപ്പടിയിൽ LDF നേതാക്കൾ ജാഥയെ സ്വീകരിച്ചു. 3 ദിവസമാണ് മലപ്പുറം ജില്ലയിലെ പര്യടനം. വിശദാംശങ്ങൾ സ്വാലിഹ് നൽകും. സ്വാലിഹ്, മലപ്പുറത്തെ പര്യടനം ഇപ്പോൾ എവിടം വരെ എത്തി നിൽക്കുന്നു? ഏതെല്ലാം കേന്ദ്രങ്ങളിലാണ് ഇന്നിനി സ്വീകരണം നൽകുക? വിശദാംശങ്ങൾ. ക്രിസ്റ്റി, ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ജാഥ മലപ്പുറം ജില്ലയിലെത്തിയത്. വടക്കൻ മേഖലാ ജാഥയ്ക്ക് വലിയ ആവേശമാണ് മലപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കോഹിനൂരിൽ സ്വീകരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വള്ളിക്കുന്ന് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കോഹിനൂരാണ് ഇപ്പോൾ സ്വീകരണം. അതിനുശേഷം ചെമ്മാടും, തുടർന്ന് ഇന്ന് വൈകിട്ട് താനൂരിൽ സമാപിക്കുന്ന തരത്തിലാണ് ഇന്നത്തെ പര്യടന പരിപാടികൾ. ജില്ലയിൽ ആകെ 12 കേന്ദ്രങ്ങളാണുള്ളത്. നാളെയും മറ്റന്നാളും മലപ്പുറം ജില്ലയിൽ തന്നെ പര്യടനം തുടരും. രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ജില്ലാ അതിർത്തിയായ ഐക്കരപ്പടിയിൽ ജില്ലാ LDF നേതാക്കളാണ് ജാഥയെ സ്വീകരിച്ചത്. നേതാക്കൾ ഇടത് സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു നേതാക്കളുടെ പ്രസംഗങ്ങൾ. മോദി സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളാണ് കാനം രാജേന്ദ്രൻ ഉന്നയിച്ചത്. കാർഷിക മേഖലയിലും തൊഴിലില്ലായ്മ മാത്രമാണ് രാജ്യത്ത് വളർന്നത്. ആരും തന്നെ സംതൃപ്തരല്ല. മോദി ഭരണത്തിന് കീഴിൽ ആരും തന്നെ സംതൃപ്തരല്ല. മോദിയെ താഴെ ഇറക്കുക എന്നത് തന്നെയാണ് ഇടത് ബദലിന്റെ ലക്ഷ്യമെന്നും കാനം പറഞ്ഞു. വടക്കൻ മേഖലാ ജാഥയ്ക്ക് മലപ്പുറം ജില്ലയിൽ ഉജ്ജ്വല വരവേൽപ്പ്. വിശദാംശങ്ങൾ നൽകിയത് സ്വാലിഹാണ്. തിരുവനന്തപുരത്തെ പ്രധാനമന്ത്രി കിസാൻ പദ്ധതി ഉദ്ഘാടനം സംസ്ഥാന സർക്കാർ അറിയാതെ നടത്തിയതിനെതിരെ കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ച VS സുനിൽകുമാർ. പ്രവൃത്തി രാഷ്ട്രീയ അല്പത്തരമെന്നും ഫെഡറൽ സംവിധാനത്തിനെതിരെയുള്ള വെല്ലുവിളിയെന്നും സുനിൽകുമാർ പറഞ്ഞു. കേരള സർക്കാരിനെ കെട്ടിയിറക്കിയതല്ലെന്നും കേന്ദ്ര പദ്ധതിയാണിതെങ്കിലും സംസ്ഥാന സർക്കാർ വഴിയാണ് നടപ്പാക്കുന്നതെന്നും എന്നാൽ സർക്കാർ പരിപാടി രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയെന്നും സുനിൽകുമാർ പറഞ്ഞു. അത് ഇവിടെ നടക്കുന്നതാണ് സംസ്ഥാനതല ഉദ്ഘാടനം. ഞാനാണല്ലോ കൃഷി വകുപ്പ് മന്ത്രി. അവിടെ നടക്കുന്നത് ഒരു രാഷ്ട്രീയ അല്പത്തരാണ്. അതായത് ഇപ്പോൾ നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ നിലയിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും എന്നൊക്കെ പറയുന്ന ഗവൺമെന്റുകളാണ്. അത് ഭരിക്കുന്ന ആളുകൾക്ക് പല രാഷ്ട്രീയം ഉണ്ടായിരിക്കും. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പൈസയും സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന പൈസയും നമ്മുടെ ഖജനാവിലെ പൈസയാണ്. അത് വിതരണം ചെയ്യുന്ന പരിപാടികൾ ഗവൺമെന്റുകളാണ് സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും സംയുക്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളിലും ഫണ്ടുകൾ അനുവദിക്കുന്നത്. അപ്പോൾ അതിൽ ചില കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് മാത്രം നടത്തുന്ന പരിപാടികളുണ്ടാവും, ചില കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഈ പ്രധാനമന്ത്രി കൃഷി സമ്മാൻ പദ്ധതി എന്ന് പറയുന്നത് അപേക്ഷ സ്വീകരിക്കുന്നതും അതിന്റെ ഫസ്റ്റ് വാലിഡേഷൻ നടത്തുന്ന എല്ലാം സംസ്ഥാന കൃഷി ഡിപ്പാർട്ട്മെന്റാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു 5 ദിവസം മുമ്പാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു അറിയിപ്പ് വന്നു. സംസ്ഥാന തലത്തിലെ 24-ാം തീയതി ഉദ്ഘാടനം വെക്കണം 10 മണിക്ക്, ജില്ലാതലത്തിൽ ഉദ്ഘാടനം വെക്കണം, ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഉദ്ഘാടനങ്ങൾ വെക്കണമെന്ന് തീരുമാനിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം മിനി നിയമസഭാ തെരഞ്ഞെടുപ്പിനുമുള്ള തയ്യാറെടുപ്പിലാണ് തമിഴ്നാട്. അണ്ണാ-DMK DMK നേർക്കുനേർ പോരാട്ടമാണെങ്കിലും വിശാലസഖ്യം രൂപീകരിച്ചാണ് ഇരു പാർട്ടികളുടെയും മത്സരം. നിലവിലെ സാഹചര്യത്തിൽ DMKയ്ക്ക് മേൽക്കൈയുണ്ട്. 39 ലോക്സഭാ സീറ്റുകൾക്കൊപ്പം 21 നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പും സംസ്ഥാനത്ത് നടക്കും. അണ്ണാ-DMK സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും.
കലൈഞ്ചറും തലൈവിയുമില്ലാത്ത ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേൾക്കാൻ കൗതുകമെങ്കിലും അണ്ണാ ഡിഎംകെക്കും ഡിഎംകെക്കും ഇത് തെരഞ്ഞെടുപ്പിലുണ്ടാക്കുന്ന പ്രതിസന്ധി പ്രവചനങ്ങൾക്കും അപ്പുറമാണ്. ജയലളിതയുടെ മരണത്തോടെ അണ്ണാ ഡിഎംകെയിൽ പൊട്ടിപ്പുറപ്പെട്ട വിഭാഗീയത തെരഞ്ഞെടുപ്പിൽ കാര്യമായി പ്രതിഫലിക്കും. തമ്മിലടിച്ച പനീർശെൽവം എടപ്പാടി വിഭാഗങ്ങൾ ഒന്നിച്ചെങ്കിലും അതിന്റെ ക്ഷീണവും പ്രശ്നങ്ങളും പാർട്ടിയിൽ ഇന്നും തുടരുന്നു. ടി.ടി.വി. ദിനകരനും അയോഗ്യരാക്കപ്പെട്ട 18 MLA-മാരും പാർട്ടിയുമായി ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുകയാണ്. ബിജെപിയുമായി നീക്കുപോക്കുണ്ടാക്കില്ലെന്ന് പറഞ്ഞ ശേഷം 2014-ൽ ബിജെപിക്കൊപ്പം പോയതിന് അണ്ണാ ഡിഎംകെക്ക് വലിയ വില നൽകേണ്ടി വരും. ഏറ്റവും വലിയ മൂന്നാം ഒറ്റകക്ഷിയായ 2014-ലെ പ്രകടനം പാർട്ടി ആവർത്തിക്കില്ല. സഖ്യരൂപീകരണത്തിന്റെ ഭാഗമായി മാത്രം 10-ലേറെ സിറ്റിംഗ് സീറ്റുകൾ അണ്ണാ ഡിഎംകെക്ക് കൈവിടേണ്ടി വന്നു. സംസ്ഥാനത്ത് ഡിഎംകെക്ക് മേൽക്കൈയുണ്ട്. പാർട്ടിക്ക് നാഥനില്ലാത്ത അവസ്ഥ ഒഴിവാക്കാനും നേതൃത്വത്തിനു വേണ്ടിയുള്ള തമ്മിലടി ഇല്ലാതാക്കാനും കരുണാനിധി ഉള്ളപ്പോൾ തന്നെ സ്റ്റാലിൻ നേതൃത്വം ഏറ്റെടുത്തത് രക്ഷയായി. ഇടഞ്ഞു നിൽക്കുന്ന അളഗിരിയെ ഒപ്പം നിർത്താനായാൽ അതും നേട്ടമാകും. നേർക്കുനേർ പോരാട്ടമാണെങ്കിലും വിശാല സഖ്യം രൂപീകരിച്ചാണ് ഇരു പാർട്ടികളുടെയും ഏറ്റുമുട്ടൽ. അണ്ണാ ഡിഎംകെ, ബിജെപി, പട്ടാളി മക്കൾ കക്ഷി ഒരു വശത്ത്, ഡിഎംകെ, കോൺഗ്രസ്, എംഡിഎംകെ മറുവശത്ത്. ഇങ്ങനെ നീളുന്നു ഇരു മുന്നണികളിലെ പാർട്ടികളുടെ പട്ടിക. ലോക്സഭയ്ക്കൊപ്പം നടക്കുന്ന 21 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് അണ്ണാ ഡിഎംകെ സർക്കാരിന്റെ ഭാവിയും നിശ്ചയിക്കും. 21 സീറ്റുകളിൽ 20 സീറ്റുകളിൽ അണ്ണാ ഡിഎംകെ ഇതരർ വിജയിക്കുകയാണെങ്കിൽ സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമാകും. ഈ സാധ്യത വിരളമാണെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ തകർച്ചയുണ്ടായാൽ അണ്ണാ ഡിഎംകെയിൽ വൻ വിള്ളലുണ്ടാകും. ഇത് സർക്കാരിന്റെ നിലംപൊത്തലിനും വഴി തുറക്കും. കാവേരി പ്രശ്നം, നീറ്റ് പരീക്ഷാ വിവാദം, തൂത്തുക്കുടി വെടിവയ്പ് എല്ലാം സജീവ രാഷ്ട്രീയ വിഷയങ്ങളാണ്. സിനിമയും രാഷ്ട്രീയവുമായുള്ള നാഭീനാള ബന്ധത്തിന് ഈ തെരഞ്ഞെടുപ്പിലും മാറ്റമില്ല. സൂപ്പർ സ്റ്റാർ രജനീകാന്തും പാർട്ടിയും മത്സരത്തിനില്ല. എന്നാൽ തമിഴ്നാടിന്റെ രാഷ്ട്രീയ നായകസ്ഥാനം ലക്ഷ്യമിട്ട് ഉലക നായകൻ കമലഹാസനും മക്കൾ നീതിമയ്യവും കറുത്ത കുതിരകളാകാനുള്ള ശ്രമത്തിലാണ്. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഷ്ട്രീയ പ്രവേശന സൂചന നൽകി പ്രിയങ്കാഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രെ. ആരോപണങ്ങൾ അവസാനിക്കുന്നതോടെ ജനങ്ങളെ സേവിക്കുന്നതിൽ കൂടുതൽ പങ്ക് വഹിക്കണമെന്ന് താൻ കരുതുന്നുവെന്നാണ് വാദ്രയുടെ ട്വീറ്റ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ കുറ്റാരോപിതനാണ് വാദ്ര. വാദ്ര രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ കള്ളപ്പണക്കേസ് പ്രതിയെ സംരക്ഷിച്ചു. കോൺഗ്രസിൽ വീണ്ടും കുടുംബാധിപത്യം തുടങ്ങിയ ആരോപണങ്ങൾ പാർട്ടിക്കെതിരെ കനക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് പ്രിയങ്കാഗാന്ധിക്ക് പിന്നാലെ ഭർത്താവ് റോബർട്ട് വദ്രയും രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നുവെന്ന പരസ്യ സൂചന നൽകിയത്. തന്റെ പേരുപയോഗിച്ച് രാജ്യത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ശ്രമം. കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും അവസാനിക്കുന്നതോടെ ജനങ്ങളെ സേവിക്കുന്നതിൽ കൂടുതൽ പങ്ക് വഹിക്കണമെന്ന് താൻ കരുതുന്നു. ഇതായിരുന്നു വദ്രയുടെ ട്വീറ്റ്. കേരളത്തിൽ പ്രളയകാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പരാമർശിച്ച ട്വീറ്റിൽ വദ്ര നടത്തിയെന്ന് പറയുന്ന വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് താൽപര്യമെന്നും ട്വീറ്റിൽ പറയുന്നു. മുൻപ് പ്രിയങ്കയേക്കാൾ സജീവ രാഷ്ട്രീയ പ്രവേശനത്തിന് താൽപര്യം കാണിച്ചത് വദ്രയായിരുന്നു. പിന്നീട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഉൾപ്പെടെ പ്രതിയായതോടെ നീക്കം ഒഴിവാക്കി. പാർട്ടി ജനറൽ സെക്രട്ടറിയായ ശേഷവും കുറ്റാരോപിതനായ തനിക്കൊപ്പം പ്രിയങ്ക നിന്നതും വദ്രയ്ക്കെതിരായ കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രീയ പ്രവേശന മോഹം വദ്ര പൊടിതട്ടിയെടുത്തത്. കേസുകളിൽ കാര്യമായ തുമ്പുണ്ടാക്കാൻ എൻഫോഴ്സ്മെന്റിന് സാധിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഇരയായി എന്ന സഹതാപവും സ്വന്തമാക്കാം. വദ്രയെ തെരഞ്ഞെടുപ്പിന് മുൻപ് രാഷ്ട്രീയത്തിലിറക്കുന്നത് കോൺഗ്രസിന് അധികഭാരമാകും. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിലെ കുറ്റാരോപിതനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. പാർട്ടിയിൽ ഗാന്ധി വദ്ര കുടുംബാധിപത്യം തുടങ്ങിയ ആരോപണങ്ങളെ കോൺഗ്രസ് നേരിടേണ്ടി വരും. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വദ്രയെ രാഷ്ട്രീയത്തിലിറക്കാനായിരിക്കും രാഹുലിന്റെ നീക്കം. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യത്തെ യുവാക്കൾക്കും വിദ്യാർത്ഥികളും ജനാധിപത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. ഭാവി ജനാധിപത്യത്തിന്റെ നിക്ഷേപമെന്ന് MA ബേബി പറഞ്ഞു. നിയമസഭയിൽ സംഘടിപ്പിച്ച നവ ഉദാരവത്കരണവും ഭാവി ജനാധിപത്യവും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. The most important thing is that with the students and youth of our country, we are initiating a discussion on democracy. And I think this discussion on democracy with the future of our country, the students and youth, that is an investment for the future of democracy in our country. As we with the youth, this exchange of ideas take place. രജത ജൂബിലി ആഘോഷിക്കുന്ന തൃശൂർ ചെന്നായിപ്പാറ ദിവ്യഹൃദയാശ്രമത്തിന് ജോയാലുക്കാസ് ഫൗണ്ടേഷൻ നിർമ്മിച്ച സ്നേഹഭവൻ മന്ദിരം സമർപ്പിച്ചു. അന്തേവാസികൾക്ക് താമസിക്കാൻ ഉതകും വിധമാണ് ഭവനം സജ്ജീകരിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ ആശീർവാദ കർമ്മം തൃശൂർ അതിരൂപത മുൻ ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി നിർവഹിച്ചു. MLA അഡ്വക്കേറ്റ് കെ രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജോയാലുക്കാസ് ഫൗണ്ടേഷൻ ട്രസ്റ്റി ജോളി ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ആലുക്കാസ്, ഫാദർ ജോർജ് കണ്ണംപ്ലാക്കൽ തുടങ്ങിയ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു.